സന്നദ്ധ പ്രവർത്തനങ്ങളുടെ മറവിൽ HRDSൽ എന്താണ് നടക്കുന്നത്? അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, ആദിവാസികളുടെ ഭൂമി കയ്യേറ്റം ചെയ്യുന്ന പരാതികൾ, സ്വപ്ന സുരേഷിന് ജോലി തുടങ്ങിയ നിരവധി വിവാദങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലാണ് HRDS സ്ഥാപക ചെയർമാൻ അജി കൃഷ്ണനെതിരായ പീഡന പരാതിയും പോക്സോ കേസും. ജീവനക്കാരൻ്റെ 11 വയസ്സുള്ള മകളെ പീഡിപ്പിച്ചെന്ന കേസിൽ അജി കൃഷ്ണന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ദില്ലി സാകേത് കോടതിയാണ് മെയ് 7 വരെയും അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞത്. പരാതിയിൽ കേസിലെ പെൺകുട്ടിയുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം പരാതി വ്യാജമെന്നാണ് HRDSന്റെ പ്രതികരണം. പോക്സോ കേസിൽ ദില്ലി സാകേത് കോടതിയാണ് അജി കൃഷ്ണന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി അജി കൃഷ്ണന് നിർദ്ദേശം നൽകി. കേസിലെ ഇരയായ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാനും കോടതി ദില്ലി പോലീസിനോട് നിർദ്ദേശിച്ചു. 11 വയസ്സുള്ള മകളെ പീഡിപ്പിച്ചെന്നാരോപിച്ച് HRDSലെ ജീവനക്കാരനാണ് പരാതി നൽകിയത്. 2024 തന്റെ വീട്ടിൽ വെച്ചാണ് അതിക്രമം നടത്തിയതെന്നാണ് പരാതി. തന്നെ ജോലിക്കായി ത്രിപുര, ബംഗാൾ സംസ്ഥാനങ്ങളിൽ അയച്ചതിനു ശേഷം ഒറ്റയ്ക്കായ മകൾക്കൊപ്പം താൻ നിന്നുകൊള്ളാമെന്ന് വിശ്വസിപ്പിച്ചാണ് അതിക്രമം നടത്തിയതെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. തന്നെ ആന്ധ്രയിലേക്ക് സ്ഥലം മാറ്റിയത് അറിഞ്ഞപ്പോഴാണ് മകൾ നേരത്തെ നടന്ന കാര്യം ഭയത്തോടെ പറഞ്ഞതെന്നും അച്ഛൻ പോയാൽ വീണ്ടും അതിക്രമം നടത്തുമെന്ന് മകൾ പറഞ്ഞെന്നും പരാതിയിൽ പറയുന്നു. പെൺകുട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെ കൗൺസിലിംഗ് നടത്തിയ ശേഷം വനിതാ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. നിലവിൽ പോക്സോ വകുപ്പ് ചുമത്തിയാണ് FIR. പെൺകുട്ടി സാകേത് കോടതിയിൽ ജഡ്ജിക്ക് മുൻപാകെ രഹസ്യമൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. FIRൽ എന്നാൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. പരാതി കെട്ടിച്ചമച്ചതാണെന്നാണ് HRDS ആരോപിക്കുന്നത്. പരാതി നൽകിയ ജീവനക്കാരനെതിരെ നിരന്തരം പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ നേരത്തെ അച്ചടക്ക നടപടിയെടുത്തിരുന്നു. ജീവനക്കാരന് ആന്ധ്രയിലേക്ക് സ്ഥലം മാറ്റം നൽകി. ഇതിന്റെ പകപോക്കലാണ് കേസെന്നാണ് സംഘടനയുടെ വിശദീകരണം. സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. നേരത്തെ ആദിവാസി ഭൂമി കയ്യേറിയെന്ന പരാതിയിലടക്കം അജി കൃഷ്ണനെതിരെ കേസെടുത്തിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് HRDSന്റെ പാലക്കാട് ഓഫീസിൽ ജോലി ചെയ്തതിനെ ചൊല്ലിയും വിവാദങ്ങൾ നടന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.